കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ. ആണോ? അപ്പോൾ എല്ലാവരും വട്ടത്തിൽ കൂടി ഫോൺ കോൾ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടാ പുതിയൊരു പടം വരുന്നുണ്ട്, മിഥുൻ മാനുവൽ തോമസിൻ്റെ പടമാണ്. കാരണം ആ വിഷ്വലിനനുസരിച്ച് ഇതിനത് പാടും കൂടിയും ചെയ്തപ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായി മാറി. ജഡ്ജിനെ കൊണ്ട് പാടിച്ച ആദ്യത്തെ പാട്ടാണ്. അച്ഛാ ഞാൻ അത് ഇട്ടെറിഞ്ഞേച്ച് പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാനാ നീ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. മെസ്സേജ് സീൻ പോലും ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നീ കഴിഞ്ഞ സീസണിൽ വന്നിരുന്നോ, എന്നിട്ട് നിനക്ക് എന്തേ കിട്ടാഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനിയായി. വന്ന് എനിക്ക് 2 വരി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. 2 വരി വിഴുങ്ങിയല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പേര് വന്നപ്പോൾ നിതിൻ കെ ശിവാന്ന് എൻ്റെ പേര് എഴുതി വെച്ച്. അറിയത്തില്ല കീഴി. ആന്ധ്രാപ്രദേശിലെ ആന്ധ്രപ്പന്റെ 12 കോന്തരംപള്ളി കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. അയ്യോ ഇത് പഠിക്കാൻ തന്നെ സമയം. പുഷ്പന്റെ അമ്മയുടെ പേരെന്താ? പത്മാവതി. പത്മാവതി എന്ത് ചെയ്യുന്നു? പത്മാവതിയും പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്തിലേക്ക് എന്തായിരുന്നു പണി? ഹലോ നമസ്കാരം, ദിസ് ഇസ് ഷോറീൽസ് എന്റർടൈൻമെന്റ് ടോക്ക് TC വിത്ത് ലൂമി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പാട്ട് പാടുക, പാട്ട് കേൾക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ? പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ, ആ ഫീലിനെ കുറിച്ച് നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പറയാൻ പറ്റാത്ത അത്രയും വലിയ ഫീലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളക്കര അന്നും ഇന്നും നെഞ്ചിലേറ്റിയ ഒരു പാട്ടുണ്ട്. അന്ന് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ നമ്മളെല്ലാവരും സ്വീകരിച്ചത്, ഇന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ദ മാജിക്കൽ ആൻഡ് ദ മെൽറ്റിംഗ് വോയിസ് നിതിൻ കെ ശിവയുടെ ശബ്ദത്തിലൂടെയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. ഹലോ. ഹായ്. സുഖാണല്ലോ അല്ലേ? സുഖം. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ലേറ്റസ്റ്റ് വിശേഷം ഓസ്ലറാണ്. അതെ, ഓസ്ലറിൽ പൂമാനമേ എന്നുള്ള പാട്ടിൻ്റെ റീക്രിയേറ്റഡ് വേർഷൻ പാടി ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആ പാടിയ ആളുടെ ശബ്ദത്തിൽ നേരിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള കാര്യമില്ലേ? നമുക്കൊന്ന് പാട്ട് കേട്ടാലോ? ഓ പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഓ അടിപൊളി. താങ്ക് യു. ഓക്കെ, അപ്പോൾ പറ ഓസ്ലറിലേക്കുള്ള ഈ പാട്ടിലേക്ക് വന്ന എൻട്രിനെ കുറിച്ച്. എൻട്രി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റീപ്രോഗ്രാമിംഗ് ചെയ്ത മിഥുൻ ചേട്ടനാണ് പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറാണ്. അപ്പോൾ മിഥുൻ ചേട്ടനുമായിട്ട് എനിക്കൊരു 1 വർഷത്തോളമായിട്ട് പരിചയമുണ്ട്. ലൈക്ക് നേരിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു പാട്ട് സായന്തനം എന്ന് പറഞ്ഞിട്ടൊരു കവർ സോങ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ അയച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് ചേട്ടൻ ഗരുഡഗമന വൃഷഭവാഹനം എന്ന് പറഞ്ഞിട്ട് കന്നഡ പടം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അപ്പം ഞാനങ്ങനെ ചേട്ടനെ ഫോളോ ചെയ്ത് തുടങ്ങി. എൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്ത് സ്ഥിരം ഇങ്ങനെ അയക്കാറുണ്ട്. ഒരു ദിവസം ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എടാ നിൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, വോയിസ് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒരു ദിവസം എന്തായാലും കൂടാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു 2 മാസത്തെ ഗ്യാപ്പായി കാണും. ചേട്ടൻ വീണ്ടും വിളിച്ചു. ഇതുപോലെ ഞാൻ ആ സമയത്ത് സരിഗമപ്പയുടെ ഗ്രൂമിങ്ങിലിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിളി വന്നപ്പോഴത്തേക്ക് ആർക്കും പറഞ്ഞോളൂ ഇതാരാ. ഞാൻ പറഞ്ഞു മിഥുൻ ചേട്ടൻ റോഷക്കൊക്കെ ചെയ്തേ. ആണോ? അപ്പോൾ എല്ലാവരും വട്ടത്തിൽ കൂടി ഫോൺ കോൾ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടാ പുതിയൊരു പടം വരുന്നുണ്ട്, മിഥുൻ മാനുവൽ തോമസിൻ്റെ പടമാണ്. അപ്പോൾ പാട്ട് പൂമാനമേ എന്നുള്ള സോങ് നീ ഒരു 2 പേരും ഒന്ന് പാടി അയച്ചതാ, നമ്മൾ കുറച്ച് പേരുടെ വോയിസ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ നീയും അയച്ചതാന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. ഞാനും നന്ദും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗിറ്റാറൊക്കെ വെച്ചിട്ട് അൺപ്ലഗ്ഡ് രീതിയിൽ ചുമ്മാ പാടി അയച്ചു കൊടുത്തു. ചേട്ടൻ പറഞ്ഞു ഓക്കേടാ അടിപൊളി, നമുക്ക്
ഇനി പുള്ളിക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ, എന്താ അഭിപ്രായം പറയാമെന്ന് നോക്കട്ടെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു നിന്റെ വോയിസ് ആണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ എക്സൈറ്റ്മെന്റ്. ഞാൻ ബാക്കി കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും ഇത് വെയിറ്റ് ചെയ്ത് ചോദിച്ചോണ്ടിരിക്കും എന്തായി അയച്ചു കൊടുത്ത്. എല്ലാവരും കൂടിയിരുന്നിട്ടാണ് ഈ അയക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോള് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സമാധാനം. അടിപൊളി, പിന്നെ സിനിമയാണല്ലോ, എല്ലായിടത്തും പറഞ്ഞ് ഇതാക്കണ്ട, നിന്നെ തട്ടിക്കളഞ്ഞു വേറെ ആളെ അതാക്കണ്ടെന്ന് ഇട്ടിട്ട് ഞാൻ അധികം ആരുടെ പറഞ്ഞൊന്നുമില്ല. പിന്നെ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ചേട്ടൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചു. ഞാൻ ആ സമയത്ത് അടുത്ത ഷെഡ്യൂളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പ്രോഗ്രാമിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി നീ പാടിയാലും കൂടെ മതി, കുറച്ച് റെക്കോർഡിങ്സ് കൂടെ ബാക്കിയുണ്ട്, സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നിനക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കൊച്ചി വരുമ്പോൾ വിളിക്ക്, നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ചേട്ടനുണ്ടാവും, പുള്ളി ബാംഗ്ലൂരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഓക്കെ പറഞ്ഞു. കൊച്ചിയിലെത്തി. ഒരു ദിവസം ഗ്രൂമിങ്ങിനിടയ്ക്ക് പോയി. മിഥുൻ ചേട്ടനില്ല, ഞാൻ ചേട്ടനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ചേട്ടൻ പറഞ്ഞു മൈ സ്റ്റുഡിയോയിലേക്ക് പൊക്കോ, അവിടെ ചെല്ലുമ്പോൾ അക്ഷയ് ഉണ്ടാവും, ഓഡിയോ എഞ്ചിനീയർ, നിങ്ങൾ എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് ഞാൻ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം പാട്ട് ഓൾറെഡി പാടിയത് ചേട്ടനെ അറിയാം, കുറച്ചും കൂടെ ഫീലൊക്കെ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അയച്ചപ്പോൾ പുള്ളിക്ക് ഓക്കെയാണ്. അവിടെ തന്നെ അയച്ചു കൊടുത്തു. അതായിരുന്നു റെക്കോർഡിങ് എക്സ്പീരിയൻസ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അറിയാവുന്ന പാട്ടുമാണ്, അതിന്റെ എല്ലാ ഒരു വിശ്വാസം പുള്ളി എന്നെ അർപ്പിച്ചു, അത്രയുണ്ട്. അത് നന്നായിട്ട് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഇരുന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു ഫീൽ ഉണ്ട്. കാരണം ആ വിഷ്വലിനനുസരിച്ച് ഇതിനത് പാടും കൂടിയും ചെയ്തപ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റ് ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും? ഇനി വരാനുള്ളത് ആനന്ദത്തിലെ കുപ്പിയൊക്കെ ഇല്ലേ, വിശാഖേട്ടൻ. അപ്പോൾ പുള്ളി ലീഡ് റോൾ ചെയ്യുന്ന എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതിലൊരു പാട്ടുണ്ട്. പാട്ട് പടത്തിൽ കാണാൻ സാധ്യത കുറവാണ്, ഒരു വേറെ ജോണർ മൂവിയാണ്. ഒരു പ്രൊമോഷൻ സോങ് ആയിട്ട് ഞാൻ ഇതുവരെ പാടിയിട്ടുള്ളതിൽ നിന്ന് കുറച്ച് ഫാസ്റ്റ് ബീറ്റ് ആയിട്ടുള്ള ഒരു ഓളം ഉണ്ടാക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് വരാനുണ്ട്. പിന്നെ അന്ത്യകുംഭസാരം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 2 പാട്ടുണ്ട്, അതിലൊന്ന് ഞാനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഹോൾ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആനന്ദ് നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. അപ്പോൾ ഒരു പാട്ട് ഞാൻ ചെയ്തു, എൻ്റെ കൂടെ അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന ഹ്യൂമൻ സിദ്ദിഖാണ് എൻ്റെ ഫ്രണ്ട്. മധുചേട്ടനെ കൊണ്ടാണ് പാടിച്ചിരിക്കുന്നത്, മധു ബാലകൃഷ്ണൻ. അപ്പോൾ ഞാൻ എൻ്റെ ജഡ്ജിനെ കൊണ്ട് പാടിച്ച ആദ്യത്തെ പാട്ടാണ്. അല്ല, സീൽ തന്നെ വിദ്യാധരൻ മാസ്റ്ററിന് മുന്നിൽ ഒരു വരി, അത് എന്തായി? അത് ശരിക്കും പറഞ്ഞാൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വരിയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അത്ര വലിയ എഴുത്തുകാരനൊന്നുമല്ല, പക്ഷെ അന്ന് അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ 4 ലൈൻസ് തൊട്ടാണ് തോന്നുന്നില്ലേ, ഞാൻ ആ 4 വരി എഴുതാൻ പറഞ്ഞതാ. ഞാനെന്തോ എഴുതി 8-16 വരി അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തോ 8 വരി അങ്ങോട്ട് കമ്പോസ് ചെയ്തോളൂ. അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറൊക്കെ പഴയ ഒരു മൂഡ് പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ഞാനിങ്ങനൊരു ഇന്നത്തെ ഒരു നിലവാരത്തിനനുസരിച്ചുള്ളൊരു വരി എഴുതി കൊടുത്തപ്പോൾ അത് സാർ എങ്ങനെയായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആസ് എ മ്യൂസിക് ഡയറക്ടർ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അതിനകത്ത്. സാർ ഇത് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, എൻ്റെ മനസ്സിൽ ഞാൻ ഈ വരി എഴുതുമ്പം ഒരു ട്യൂൺ ഉണ്ടാവും. അത് ഒബ്വിയസ്ലി ഇന്നത്തെ ഒരു അങ്ങനത്തെ ഒരു ട്യൂണാണ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സാർ ആദ്യത്തെ വരി പാടിയപ്പോഴേ ഞാനും ജീവച്ചേട്ടനും ഇങ്ങനെ നോക്കി. പിന്നെ ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മധുചേട്ടൻ അവിടെ ഇരുന്ന് പാടുന്നുണ്ട്. അവരുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പണ്ടത്തെ ആൾക്കാരുടെ റെക്കോർഡിങ് ഇവര് കൊടുക്കൽ വാങ്ങലൊരു പരിപാടിയുണ്ട്. അപ്പോൾ സാർ ഇവിടെ നിന്ന് ഒരു ട്യൂൺ പറയുമ്പോഴത്തേക്ക് മധുചേട്ടൻ ഇങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് റാൽഫിൻ ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് കോഡ് കണ്ടുപിടിക്കാൻ, ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നടന്നൊരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. റാൽഫിൻ ചേട്ടൻ അത് പെട്ടെന്ന് ടീമപ്പ് ചെയ്തു. കുറച്ച് വയലിൻസും ഇത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, പാട്ട് ടേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്.
ഇത്രയും ചെയ്തു അല്ലേ. അതവിടെ ആ ഒരു ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അത് മതിച്ചാൻ്റെ വോയിസ് കേൾക്കാന്ന് പറഞ്ഞത് ഭാഗ്യം. അത് ഒന്നും പറയാനില്ല. എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഗിഫ്റ്റാണത്. ഓഡിയൻസിന്റെ ഫാൻസിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് പാട്ട് ഇറങ്ങിയതിനു ശേഷം? കുറേ പേര് അതിൽ മെയിനായിട്ട് എനിക്ക് സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുന്നേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് ഏകദേശം 13K ഫോളോവേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ നേടി വന്നതാണ്. അപ്പോൾ ആ അക്കൗണ്ട് പോയി. അതിനുശേഷം ഞാനിപ്പം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണിത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പലർക്കും ഈ അക്കൗണ്ട് പോയി, ഇയാളെവിടെ ഒന്നും അറിയത്തില്ല. സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പേരടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറേ ഫാൻ പേജും അതും ഇതും ഒക്കെ വരുന്നതുകൊണ്ട് ഇത് ഏതാ ഇവൻ്റെ അക്കൗണ്ടെന്ന് അറിയാത്തതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ മെസ്സേജ് പോകുന്നുണ്ട്. അങ്ങനെ കുറേ പേര് തപ്പിപ്പിടിച്ച് വന്നതാണ്. പിന്നെ അതുപോലെ തിയേറ്ററിൽ കേട്ടപ്പോൾ അറിയത്തില്ലായിരുന്നു, വോയിസ് കേട്ട് സെർച്ച് ചെയ്ത് വന്നതാണ്. യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനും അങ്ങനെ നോക്കി വന്ന കുറേ പേരുണ്ട്. പിന്നെ അതിൽ ചിലർ കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ചിലർ ഇങ്ങനെ കുറിപ്പടിച്ചു വിടും. അതിരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഓരോ വേർഡും വളരെ വാല്യുബിൾ ആണ്. അങ്ങനെ അടിപൊളിയാണ്. അല്ല, ഇപ്പൊ ഞാൻ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട് നിതിന്റെ. ഞാൻ ഗസൽ സോങ് അങ്ങനെ പാടിയുന്നത് കേട്ടിട്ടില്ല. അപ്പൊ ഒന്ന് പാടി നോക്കുമോ? ഓ പാടാം. കാശ് ഹൈസാ कोई मंजर होता, काश ऐसा कोई मंजर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता. ഭയങ്കര ഫീൽ ആയിരുന്നു. താങ്ക് യു. ഇപ്പോൾ ഒരു പാട്ടുമായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ സമീപിക്കുമ്പോൾ നിങ്ങൾ സിംഗേഴ്സ് എന്തൊക്കെയാണ് നോക്കാറ്? ഞങ്ങൾ ആക്ച്വലി അവരെ അനുസരിക്കാന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അല്ല, ഞാൻ അവരെ സ്റ്റഡി ചെയ്യാൻ നോക്കും. കാരണം ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റൂ. ചില സമയത്ത് പാടുമ്പോൾ ഞാനിടുന്ന ഫീല് മതിയോ, അല്ലെങ്കിൽ ഞാൻ ഈ പോകുന്ന റൂട്ടൊക്കെ ആണോ എന്നുള്ളത് എനിക്ക് റീചെക്ക് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ചേട്ടാ ഇത് മതിയോ, സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ഇത് ചോദിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ. ഇപ്പോൾ ഈ സിംഗേഴ്സിന്, ഇപ്പോൾ ഇനി വരുന്ന സിംഗേഴ്സിന് ഇപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് അഡ്വൈസ് ആവും കൊടുക്കുക? അഡ്വൈസായിട്ട് കൊടുക്കാൻ ഇപ്പം എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല. വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പാഷൻ അത്രയും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിന് പോവുക. പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ എൻ്റെ പേരൻസ് എനിക്ക് അത്രയും വലിയ സപ്പോർട്ടായിട്ട് നിന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ വരാൻ പറ്റിയത്. ഇപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യമില്ല, ലൈക്ക് വീട്ടിൽ നിന്ന് വേറെ പഠിക്കാനുള്ള നിർബന്ധം അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ വേറെ ജോലിക്ക് പോയി കഴിഞ്ഞാലും അച്ഛാ ഞാൻ അത് ഇട്ടറിഞ്ഞേച്ച് പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നീ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്തായിരിക്കും? പാഠം അത് മ്യൂസിക് റിലേറ്റഡ് അല്ല. ലൈക്ക് ഞാൻ ഒരുപാട് പെട്ടെന്ന് ആൾക്കാരായിട്ട് അറ്റാച്ച് ആവും. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാനപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിൽക്കണം എന്നുള്ളത് അറിയാം. ഇപ്പം അറിയാം. ഇപ്പം അറിയാം. അതാണ് പഠിച്ച പാഠം. പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ സീല് വിശേഷത്തിലേക്ക് കടക്കാം. ഫൈനലിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മ്യൂസീഷ്യൻഷിപ്പ് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗർ എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ 3 വയസ്സ് മുതൽ പാട്ട് പാടി തുടങ്ങുന്നതാണ് അമ്മ പറഞ്ഞറിയുന്നത്. അപ്പോൾ സരിഗമപ്പയിൽ എത്തുന്നതിന് മുന്നേ ഞാനൊരു 8-10 ഓഡീഷൻസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അന്നെല്ലാം ഞാൻ കരുതിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പാട്ടുകാരനാടാ, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടാനാ എന്നൊക്കെ ഉള്ളൊരു അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതിന് കോൺഫിഡൻസ് എന്നും പറയാലോ. കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നെ ഈ ഷോസ് വന്നിട്ട് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മുമ്പ് എങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു ഘട്ടം കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഗ്രോത്ത് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഇവാലുവേഷൻ നടത്തുന്നത്. അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടാതിരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഫീലൊന്നുമില്ല, എങ്ങനെ ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാതെയാണ്. സാരിഗമപ്പയിൽ എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഉറപ്പിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രൂമേഴ്സ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, എന്ത് ചോദിച്ചാലും അവർ ഹെൽപ്പിംഗ് ആണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 50ഓളം പാട്ടുകൾ സരിഗമപ്പയിൽ തന്നെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പാട്ടെടുത്ത് പാടുമ്പോഴും ഓരോ പാട്ടിനെ എങ്ങനെ അത് ആസ് എ സിംഗർ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഗ്രൂമേഴ്സ് നമ്മളെ പഠിപ്പിച്ച രീതി, അത് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കബിൾ ടു ഓൾ ആണ്. വേറൊരു പാട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരുമ്പോഴത്തേക്ക്, ലൈക്ക് സരിഗമപ്പ അല്ല, അല്ലാതൊരു പാട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനെങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു സംഭവമൊക്കെ പഠിച്ചത് ഭയങ്കര വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ എവിടെയും പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്നെ പലപ്പോഴും ആദ്യം ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ചാടി കയറി ഇത് പൊളിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിപ്പോയത്. അപ്പം ഞാൻ കരുതുന്നത് ബാക്കിയുള്ള സ്റ്റേജ് പോലെ തന്നെ ഇത് സെയിം ആയിരിക്കും. പക്ഷേ കോമ്പറ്റീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 2-3 സ്റ്റേജൊക്കെ നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പോകെ ഇതിനൊരു മാറ്റവും ഇല്ല. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ശരിക്കും ഞാനൊരു റിയാലിറ്റി ഷോ മെറ്റീരിയലാണോ എന്നുള്ളതിനെ പറ്റി ഞാനിങ്ങനെ ഡൗട്ട് ചെയ്ത് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫൈനൽ വരെ എത്തിയിട്ടുള്ളത്. കുറേ ടെൻഷൻ ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ഈ കോമ്പറ്റീഷൻ എന്നുള്ള സാധനം അൺകോൺഷ്യസ്ലി മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പല പാട്ടുകളിലും ഞാൻ ഫ്രീ ആയിട്ട് പാടിയ ഒരു പാട്ടാണ് റാസാത്തി. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അതല്ലാതെ പല പാട്ടിലും ഈ പറയുന്ന കണക്ക് ഒരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് അധികം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഈ ടെൻഷൻ എന്ത് ടെൻഷനാണ്? എന്ത് ടെൻഷനാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. അത്രയും ക്രൗഡിന് മുന്നിൽ നിൽക്കുന്ന സ്റ്റേജ് ഫിയർ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് അവിടെ ഓഡിയൻസ് ആരും ഇല്ല, ചാനലിന്റെ എല്ലാ ആൾക്കാരും ഉള്ളൂ. പിന്നെ ജഡ്ജസ് ഉണ്ട്, ഇവരെ കണ്ട് പരിചയിച്ചു. പക്ഷേ ഈ അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. ഇനി പാട്ട് ശരിയാവുമോ, ഏതെങ്കിലും ഒരു പോർഷനൊക്കെ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊരു ഇത് ചിലപ്പോൾ സ്ലിപ്പായി പോയിരിക്കും, ചിലപ്പോൾ അതായിരിക്കും മൈൻഡിൽ കിടക്കുന്നത്. അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് ആ ഒരു പോർഷൻ വരുമ്പോൾ അത് കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പാട്ട് മൊത്തം പോയി ആ ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ സരിഗമപ്പയില് ഞാൻ വളരെ വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഒന്നും ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ആർക്ക് പ്രൈസ് കിട്ടുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് മാറ്റർ അല്ല. കുറേ കോണ്ടാക്ട്സ് ഉണ്ടായി. അതില് ഏകദേശം 2019 മുതൽ ഞാൻ ഷാനിക്കും അന്നത്തെ സരിഗമപ്പ നടന്നുകൊണ്ടിരിക്കുക സീസൺ 1. അപ്പോൾ ഗോപിച്ചേട്ടനും ഒക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള ഓൺ ക്രിയേഷൻ പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും, ചേട്ടാ ഇത് എൻ്റെ വോയിസാ, കേൾക്കണം, സമയം കിട്ടും എന്നിട്ട് ഗോപിച്ചേട്ടനൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ മെസ്സേജ് സീൻ പോലും ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് എനിക്ക് പേഴ്സണലി ഷാനിക്ക അല്ലെ നിതിനെ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധത്തിലേക്ക് ഞാൻ എത്തി. അതെനിക്ക് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ മധുചേട്ടനൊക്കെ ഒബ്വിയസ്ലി ഞാൻ ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്നൊന്നും വിചാരിച്ചതേ അല്ല. ആദ്യത്തെ പാട്ട് തന്നെ ചേട്ടനെ കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു മൊമെന്റ് ആണ്. പിന്നെ സുജാത മാം, എനിക്ക് സെലക്ഷൻ കിട്ടി ആദ്യം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന മാമാണ്. നീ കഴിഞ്ഞ സീസണിൽ വന്നിരുന്നോ, എന്നിട്ട് നിനക്ക് എന്തേ കിട്ടാഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയാം മാം എന്നെ എടുത്തോ, ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര കമ്പനിയായി. അല്ല, ഇപ്പോൾ ഷാൻ ചേട്ടൻ അന്ന് ഓഡിയൻസിന് മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ പുതിയ പടത്തിൽ
പാടുന്നുണ്ട്. അപ്പോ അത് ആ ടൈമിലാണോ അറിയുന്നത്? മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിതിനോട്? ഇല്ല, ആ സ്റ്റേജിൽ വെച്ചിട്ടാ അറിയുന്നത്. ഞാൻ പാട്ട് പാടിയിട്ട് പോവാന്ന് എഴുതിയിട്ട് വന്നതാണ്. ഷാനിക്ക് എഴുന്നേറ്റ് വരും എന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചല്ല. പിന്നെ അന്ന് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു സ്റ്റേജിൽ. എനിക്ക് ഓഡിയൻസിനെ കാണുന്നത് ഭയങ്കര ഹരമാണ്. ഇത്ര കിക്ക് കിട്ടുന്ന വേറൊരു പരിപാടി എനിക്കില്ല. അതിപ്പോ എത്ര പാട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഓഡിയൻസിന്റെ മുന്നിൽ മൈക്കൊക്കെ പിടിച്ച സ്റ്റേജിൽ ഞാൻ ഭയങ്കര പരാന്തനാണ്. അപ്പൊ അന്നും അതുപോലെ തന്നെ ആയിരുന്നു. പാട്ട് പാടി, അതും കാലിക്കറ്റ് ആൾക്കാരുടെ മുന്നിൽ. അവിടുന്നാണ് പറഞ്ഞത് കാലിക്കറ്റ് ഓഡിയൻസിനാന്ന്. ഞങ്ങൾ സരിഗമപ്പയ്ക്ക് ഒരു ലൈവ് ഈവന്റ് കണ്ടക്ട് ചെയ്തതാ. അപ്പോ അന്ന് ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ആരവമായിരുന്നു. എന്നെ അറിയാവോന്ന് ജീവചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഞാൻ ആ സാധനം എനിക്ക് കിട്ടി. കാരണം ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ബഹളം, ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനിക്ക ഓടി സ്റ്റേജിൽ വന്നു. എനിക്ക് 2 വരി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. 2 വരി വിഴുങ്ങിയല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഇവന്റെ റാസാത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനും എല്ലാവരും ഭയങ്കര ആരവം. അപ്പോൾ ഞാൻ ഇത്രയും അക്സെപ്റ്റബിൾ ആണ് ആൾക്കാരുടെ ഇടയിൽ, അക്സെപ്റ്റഡ് ആണ് ആൾക്കാരുടെ ഇടയിൽ. എല്ലാവരും പാട്ട് കേട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ. അത് ഷാനിക്ക വന്നിട്ട് എന്നെ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നിട്ട് റാസാത്തി പാടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇക്ക പറയുന്നത് എന്റെ അടുത്ത പടത്തിൽ പാടും. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും ഇക്ക അടുത്ത് ഒന്നും സംസാരിച്ചില്ല. ഞാൻ ജസ്റ്റ് പോയി ഹഗ് ചെയ്തതേ ഉള്ളൂ ഇക്ക എന്ന് പറഞ്ഞിട്ട്. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ആയിപ്പോയി. ഓക്കേ, എന്നാ രാസാത്തിയുടെ 2 ലൈൻസ് ഒന്ന് കേട്ടാലോ? ராசாத்தி உசுறு என்னதில்லை, பூச்சூடி வாக்கப்பட்டு போற புள்ள, நீ போனாய உடம்பு மண்ணுக்குள்ள, ராவோடு செதி வரும் வாடி புள்ள, ராசாத்தி உசுறு என்னதில்லை. ഞാനതിലിങ്ങനെ വീണ്ടും പാടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. കുറച്ചും കൂടി പാടായിരുന്നല്ലോ. കാര വീട്ട് തിണ്ണയില കരിക്ക് മഞ്ചൾ അരക്കയില, கரிசக்காட்டு ஓடையில கண்டாங்கி துவக்கையில, அந்த கழுத்து மேட்டில் என்ன இழுத்து முடிஞ்சுக்கிட்டு போறவளே, கல்யாண சேலையில கண்ணீரை தொடச்சுக்கிட்டு போறவளே, நான் தந்த மல்லிகைய நட்டத்தில் போட்டு விட்டு அரளி பூச்சூடி அழுதபடி போறவளே, ஓ ஓ ராசாத்தி உசுறு என்னதில்லை. ഇപ്പം നിങ്ങൾ സീല് എല്ലാവരും ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഓർക്കാൻ ഭയങ്കര രസമുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? പെട്ടെന്ന് അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൊമെന്റും അടിപൊളിയായിരുന്നു. അടിയാണെങ്കിലും വഴക്കാണെങ്കിലും എടുത്തു പറയാം എന്ത് തല്ലുകള്. പെട്ടെന്ന് എനിക്ക് ഞങ്ങള് ഒരു 5 ആണുങ്ങള്, ഞാൻ, സായന്ത്, അമൻ, നന്ദു, അനന്തഗോപൻ, ഞങ്ങൾ ഇത്രയും പേര് ഒരു രാത്രി ഭയങ്കര കണക്ട് ആയൊരു ദിവസമുണ്ട്. അത് ശരിക്കും പറഞ്ഞ അനന്തഗോപൻ ഒന്ന് എന്താ ഫെയിൻറ്റഡ് ആയി. അപ്പോൾ അവൻ റൂമിലിരിക്കുക,
അമ്മനപ്പോൾ ഓടി വന്നിട്ട്, ഞാൻ പൂൾ സൈഡിൽ കുറച്ച് ദൂരെ ഓടി വന്നിട്ട് ചേട്ടാ ഓടി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എന്താ പറ്റി, അത് വാ, ഒന്നും കേൾക്കുന്നില്ല അധികം. ഞാൻ ഓടി ചെന്ന് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഇവനിങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് നെഞ്ചത്തേറി ഇരുന്നിട്ട് അമർത്തുന്നു, വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധം വന്നു. എഴുന്നേറ്റിരുന്നപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇതായി പോയതാ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലല്ല അങ്ങനല്ല, ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഇവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് പോയപ്പോൾ ഞങ്ങൾ 5 പേരും ഉണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ഫോം ഫില്ല് ചെയ്യാൻ നേരത്ത് ഇത് എവിടെ എഴുതണം എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇവൻ്റെ അഡ്രസ്സ് എനിക്ക് അറിഞ്ഞൂടാ, അച്ഛൻ്റെ അമ്മയുടെ നമ്പർ എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ എഴുതിയപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അവസാനം റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇടയ്ക്ക് ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. ആദ്യം ഫ്രണ്ട് എന്ന് എഴുതാൻ വന്നിട്ട് ഇങ്ങനെ ബ്രദർ എന്നാക്കി എഴുതി. ബാക്കി ഫോൺ നമ്പർ ആണെങ്കിലും അഡ്രസ്സ് ആണെങ്കിലും എല്ലാം എൻ്റെ നമ്പർ, എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വെളിയിൽ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളൊരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അവിടുന്ന് ഉണ്ടായൊരു കണക്റ്റ് ആണ് അത്. ശരിക്കും എന്റെ ബ്രദറിന്റെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവും അവിടുന്ന്. നന്ദു പോയിട്ട് ഫോം ഫില്ല് ചെയ്ത്, അപ്പൊ ഞാനില്ല ഹോസ്പിറ്റലിൽ. ഇവൻ അതിനകത്ത് എഴുതി വെച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തു. വീട് തൃശ്ശൂര്, അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അച്ഛന്റെ പേര് വന്നപ്പോ നിതിൻ കെ ശിവാന്ന് എന്റെ പേര് എഴുതി വെച്ച്. അറിയത്തില്ല കിളി, അങ്ങനെ എഴുതി വെച്ചു. അതിനുശേഷം ഇത് വന്ന് അവിടെ പറഞ്ഞ സമയത്ത് അച്ഛനാവാൻ യോഗ ഉണ്ടായില്ലേ? അച്ഛൻ അല്ലെങ്കിലും അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാനും അവനും പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ചേട്ടനെ എന്നെയാണെന്നൊന്ന് ചോദിക്കുന്നത്. ഓക്കെ, അന്ന് നമ്മള് ട്രെൻഡിങ് ആയൊരു പാട്ടുണ്ടായിരുന്നു അഴലിന്റെ, ആ പാട്ടിന്റെ ഹമ്മിങ് ഒന്ന് കേൾക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഞാനൊരു കുഞ്ഞു സെഗ്മെന്റ്, ഒരക്ഷരം പറയും. ആ അക്ഷരം വെച്ചിട്ട് മാത്രം സംസാരിക്കും. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ആൻസർ പറയും. അക്ഷരം പ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിന്റെ ആൻസേഴ്സ് പ വെച്ചിട്ട് പറയാം. പാന്ന് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം മാത്രമേ ഉള്ളൂ. ഓക്കെ, പാണ് കേട്ടോ. ഇത് ജെന്യുവൻ ആൻസർ പറയണമെന്നുണ്ടോ? ഇല്ല, എന്തും പറയാം. ഓക്കെ, എന്താ പേര്? പുഷ്പൻ. പുഷ്പൻ എഴുതുന്നൊരു പത്തനംതിട്ട. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ മാത്രമേ ഉള്ളൂ. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ പഞ്ചായത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞതാണോ? പപ്പന്റെ അല്ല, പുഷ്പന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പുഷ്പന് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം? പാലാരി വട്ടം. എന്തുകൊണ്ട് അവിടെ പോകാൻ ആഗ്രഹം? പഞ്ചസാര ഇട്ട ഷാർജ ഷേക്ക് കിട്ടും.
പായസം. എന്തുകൊണ്ടാ പായസം ഇഷ്ടപ്പെടാൻ കാരണം? പായസത്തിൽ പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണല്ലേ? പഞ്ചസാര ഇഷ്ടമാണ്. പഞ്ചസാര അടിച്ചിട്ടുണ്ടോ? പഞ്ചാര അടിച്ചിട്ടില്ല. ഓക്കെ. പുഷ്പന്റെ അമ്മയുടെ പേരെന്താ? പത്മാവതി. പത്മാവതി എന്ത് ചെയ്യുന്നു? പത്മാവതിയും പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്തിലേക്ക് എന്തായിരുന്നു പണി? പഞ്ചായത്തില് അയ്യോ പഞ്ചായത്തിൽ പാർട്ടിയുടെ പരിപാടിയായിരുന്നു. ഏത് പാർട്ടിയായിരുന്നു? പറയാൻ നിർവാഹമില്ല. അപ്പൊ നമുക്ക് നിർത്തിയല്ലോ. ഞാനൊരു ഇത് പറയാം, അത് 10 തവണ പറയണം. ഒരു ടോൺ ട്വിസ്റ്റർ പോലെ. ഇതെന്താ മലയാളത്തിൽ പറയാ എനിക്കറിയില്ല. അതാണ്. ആന്ധ്രാപ്രദേശിലെ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല് കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. അയ്യോ, ഇത് പഠിക്കാൻ തന്നെ സമയം. ആന്ധ്രാപ്രദേശിലെ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല്. ആന്ധ്രാപ്രദേശിലെ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല് കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല് കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല് കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. ആന്ധ്രാപ്രദേശിൽ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ല് കേന്ദ്രമന്ത്രി തന്ത്രപൂർവ്വം കയ്യിലാക്കി. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരൽ ഉരുളൂല. ശരി. ഓക്കെ, സന്തോഷം. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഫാൻസിനോടൊക്കെ. ഓഡിയൻസിനോട് ഇനി വരുന്ന പ്രോജക്റ്റുകൾ എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ വരുന്ന പാട്ടുകൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ടൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ആസ് എ ബിഗിനർ ഇൻ ദ മൂവി ഇൻഡസ്ട്രി ഞാൻ വളരെയധികം നോക്കിക്കാണുന്ന ഒരു പാട്ടാണ്. പോരാത്തതിന് മധുചാരനെ കൊണ്ട് പാടിച്ചത് കൊണ്ട് അതിന് എന്തായാലും അത് കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു ഇത് ഇഷ്ടപ്പെടും. അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. തണലൊഴിഞ്ഞൊരുയിരിൽ വന്ന തളിരു നാമ്പു നീ, മനസ്സിൻ ഇരുൾ മുറിയിൽ മിഴി തുറന്ന താരമേ, തിങ്കൾ പാലൊളിയായി രാവിൻ നിഴകളീന്തി നീ വരൂ കാലടിയോരം, മലരിതള തൂകി ഞാനിതാ ചിറകായി നിന്റെ കാവലിനുണ്ടിവിടെ, അണയും വരെ ഞാൻ നിന്റെ കാവലിനുണ്ടിവിടെ. ഓ, അടിപൊളിയാണ്. വരികൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. വരി സിദ്ദിഖാണ്, ഹ്യൂമൻ സിദ്ദിഖാണ് വരി എഴുതിയിരിക്കുന്നത്. അതും ഉടനടി തന്നെ റിലീസാവും. ഹിറ്റാവട്ടെ. അതും തിയേറ്ററിക്കൽ റിലീസാണ്. അതും വരട്ടെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. കുറച്ച് ഒരു അവാർഡ് കാറ്റഗറിയിൽ ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു മത്സര വിഭാഗത്തിലൊക്കെ വരാനുള്ളൊരു പടമാണ്. അതൊന്ന് വർക്കൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടി വരാം. പിന്നെ വേറെ എന്തെന്ന് പറയുന്നത്, കപ്പ ടിവിയിൽ മ്യൂസിക് മോജോയില് ഒരു പാട്ട് റിലീസായി, കാറ്റെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാക്കി 3 സോങ്സ് ഇനിയും വരാനുണ്ട്. അതിനും വെയിറ്റിംഗ് ആണ്. പിന്നെ എന്റേതായിട്ടുള്ള കുറച്ച് ഓൺ പ്രോജക്റ്റുകൾ അതിന്റെ വർക്കിങ്ങിലാണ്. അപ്പൊ 2024 ഒരു കിടിലൻ വേറെ എവിടെയും കിട്ടിയില്ലെങ്കിലും ഞാൻ എന്റെ പാട്ടുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ.